നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മളും കടന്നു പോകും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മരണം കടന്നു വരും. അത് പണ്ടൊക്കെ വീടുകളിലായിരുന്നെങ്കിൽ ഇന്ന് ഈ മരണം കടന്നു വരുന്നത് മിക്കപ്പോഴും ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാണ്. എൻഡ് ഓഫ് ലൈഫ് കെയർ നമ്മുടെ ഹോസ്പിറ്റലാണ് ഇപ്പോൾ മിക്കവാറും നടക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എൻഡ് ഓഫ് ലൈഫ് കെയർ കൊടുക്കുന്നത് ഒരു കമ്പാഷനേറ്റ് ആൻഡ് കൺസിഡറേറ്റ് മാനറിലായിരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അത് ഏറ്റവും ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, മരണം കഴിഞ്ഞൊരു യാത്ര പോകുമ്പോൾ എത്ര ആഹ്ലാദപരമായിട്ടാണ് അവരതിനെ കൊണ്ടുപോകുന്നത്. നമ്മളാണ് ഈ കിടന്ന് നിലവിളിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി വലിയ പ്രശ്നമാക്കി മാറ്റുന്നത്. കാരണം അവർ ജീവിതത്തിൽ പല കാര്യങ്ങളും വിജയിച്ചവരായിരിക്കും. എന്തായാലും അവസാന കാലത്തെ ഫേസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ചില പേഷ്യൻസിന് അല്പകാലം പെയിൻ മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടി വരും എൻഡ് ഓഫ് ലൈഫ് കെയറിൽ. അവിടെ എൻഡ് ഓഫ് ലൈഫ് കെയറിൽ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റിനാണ് പലപ്പോഴും ഇമ്പോർട്ടൻസ്. പെയിൻ മാനേജ് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലും അവരുടെ പലപ്പോഴും അവരുടെ വളരെ യുണീക്കായിട്ടുള്ള ആവശ്യങ്ങളെ കണ്ടെത്തി മനസ്സിലാക്കി നമുക്ക് അവരുടെ ഫാമിലിയെയും പേഷ്യൻറ്റിനെയും കെയർ ചെയ്യേണ്ട ആവശ്യം വരും. നമുക്കതിനൊരു ടെംപ്ലേറ്റ് ബേസ്ഡ് കെയർ ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ഓരോ ഫാമിലിയും വ്യത്യസ്തമാണ്, ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്. അത് കണക്ക് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സ്ഥലത്തെ നിയമപരമായ നിഷ്ഠകളുണ്ട്. അതിനെ പാലിച്ചേ പറ്റൂ. നിയമത്തെ അനുസരിച്ചാണ് എൻഡ് ഓഫ് ലൈഫ് കെയർ നമ്മൾ കൊടുക്കേണ്ടി വരിക. നമ്മുടെ എൻഡ് ഓഫ് ലൈഫ് കെയറിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി മൾട്ടി പ്രൊഫഷണൽ അപ്രോച്ച് വേണ്ടി വരും. വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രൊഫഷണലുകളുടെ സഹായം ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ സ്ഥാപനത്തിന് ഒരു കൺസിസ്റ്റന്റ് മാനറിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എൻഡ് ഓഫ് ലൈഫ് കെയർ കൊടുക്കുന്നതിനൊരു ഡോക്യുമെന്റേഷൻ ആവശ്യമാണ്. കൃത്യമായി ഇന്ന മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കും, ഇന്ന രീതികൾ. അവിടെ പെട്ടെന്ന് അവർക്കൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാതെ നോക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടാവും. COP കെയർ ഓഫ് പേഷ്യൻസ് 20 20ാമത്തെ സ്റ്റാൻഡേർഡ്, അവസാനത്തെ സ്റ്റാൻഡേർഡ്. ഏറ്റവും വലിയ ചാപ്റ്ററാണ് കെയർ ഓഫ് പേഷ്യൻസ്. NABHൻ്റെ നമ്മൾ വളരെ അധികം സമയമെടുത്താണ് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു വന്നത്. ഏറ്റവും വലിയ ചാപ്റ്റർ ഹോസ്പിറ്റലിൽ ആൾക്കാർ വരുന്നത് എന്തിനാ? കെയർ കിട്ടാനാണ്. കെയർ ഓഫ് പേഷ്യൻ്റ് തന്നെയാണ് പേഷ്യൻ്റ് കെയർ, പേഷ്യൻ്റെ സംരക്ഷണം, ചികിത്സ. ആ പേഷ്യൻ്റ് കെയർ തന്നെയാണ് ഒരു ഹോസ്പിറ്റൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ NABHൻ്റെ സ്റ്റാൻഡേർഡ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് നമ്മളിപ്പോൾ എടുത്തതും ഈ ഒരു COP കെയർ ഓഫ് പേഷ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അതിൻ്റെ 20ാമത്തെ സ്റ്റാൻഡേർഡ് എൻഡ് ഓഫ് ലൈഫ് കെയർ ഈസ് പ്രൊവൈഡഡ് ഇൻ എ കമ്പാഷനേറ്റ് ആൻഡ് കൺസിഡറേറ്റ് മാനർ എന്നതാണ്. നമുക്ക് വളരെ കൃത്യമായി ആ മനുഷ്യരെയും ഫാമിലിയെയും കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ യുണീക്ക് ആവശ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ട് അവരെ സഹായിക്കാനായിട്ടൊരു മൾട്ടി പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ടാവണമെന്നതാണ് ഈ സ്റ്റാൻഡേർഡിലെ 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ. കമ്മിറ്റ്മെൻറ്റ്സ് ആണ് 4ഉം ഒരു അച്ചീവ്മെൻറ്റുമാണ്. അതിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണാൻ പോകുന്നത്. നമുക്ക് വിശദമായിട്ട് ഇതൊന്ന് നോക്കാം.